എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. മെയ് 27 കാലവർഷം അതിൻ്റെ ശക്തി പ്രാപിക്കും. മെയ് 27 നമ്മുടെ സംസ്ഥാനത്ത് കാലവർഷം പൂർണ്ണ നിവൃത്തിയിൽ പ്രവേശിക്കും എന്ന അറിയിപ്പാണ് ഈ മണിക്കൂറിൽ വരുന്നത്. അതുകൊണ്ട് എല്ലാവരും ജാഗ്രതയായിരിക്കുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ്റെ അറിയിപ്പാണ്. സംസ്ഥാനത്ത് 2 മാസത്തെ 3200 സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം മെയ് മാസത്തിൽ ലഭിക്കേണ്ട വീതവും അതുപോലെ തന്നെ 3 മാസം കുടിശ്ശിക ഉണ്ടായിരുന്ന ഇതിലൊരു ഗഡും ചേർത്ത് 3200 ഈ വരുന്ന ശനിയാഴ്ച നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്താൻ പോകുന്നത്. 62 ലക്ഷം വരുന്ന ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് ആദ്യം പെൻഷൻ തുക എത്തുക. അതിനുശേഷം ഒരു തിങ്കളാഴ്ചയോട് കൂടിയാണ് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പെൻഷൻ കൈമാറുക. മസ്റ്റർ ചെയ്ത എല്ലാവർക്കും പെൻഷൻ ലഭിക്കും. ഇന്ന് വിതരണം ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് വിതരണം ചെയ്യാൻ സാധിച്ചില്ല. ഇനി ധനമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് 24-ാം തീയതി മുതലാണ് ഈ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാവുക. തന്നെ ലഭിച്ചാൽ ഞായറാഴ്ച അവധിയാണ്, ബാങ്ക് അവധിയാണ്. അത് തിങ്കളാഴ്ച തന്നെ വിതരണം ആരംഭിക്കും. അതുപോലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ മൂവർക്കും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വേണ്ടി വായ്പയില്ലാതെ തന്നെ 10 ലക്ഷം രൂപ സ്വയം തൊഴിൽ ലോണ് കിട്ടുന്ന ഒരു പദ്ധതിയാണ് സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. മൾട്ടി പർപ്പസ് ജോബ് എന്ന് പറയുന്ന പദ്ധതിയാണ്. വായ്പയുടെ 20% അടിച്ചാൽ മാത്രം മതി. 2 ലക്ഷം രൂപ സബ്സിഡി സഹിതം നമുക്ക് കിട്ടും. എംപ്ലോയ്മെൻറ്റ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് മാത്രമാണ് ഈ ലോണ് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. ഗ്രൂപ്പായുള്ള സമർപ്പണത്തിനാണ് ഇത് അനുവദിക്കുക. ഒന്നിലധികം വ്യക്തികൾ ഗ്രൂപ്പിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ഈ പദ്ധതി നമുക്ക് ചേരാൻ പറ്റുള്ളൂ. വിവിധ ബാങ്കിൽ വായ്പ പദ്ധതി ക്രെഡിറ്റ് ആവും. സർക്കാരിൻ്റെ സ്കീം വഴിയുള്ള പദ്ധതിയാണിത്. സർക്കാരിൻ്റെ കീഴിൽ തന്നെ നടക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇതിൽ വായ്പ എടുക്കാൻ മറ്റ് ഈടുകൾ കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത്. റേഷൻ കാർഡിൽ മാസ വരുമാനം 1 ലക്ഷം രൂപ കഴിയാൻ പാടുള്ളതല്ല. റേഷൻ കാർഡൊക്കെ ഇത് ഹാജരാക്കണം ഈ ലോൺ പദ്ധതി കിട്ടണമെങ്കിൽ. മറ്റൊരറിയിപ്പ്, നാളെ +2 റിസൾട്ട് പ്രഖ്യാപിക്കുവാണ്. നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആയിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുക. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കും റിസൾട്ട് പ്രഖ്യാപിക്കുക. അപ്പം എല്ലാവർക്കും വിജയാശംസകൾ. അപ്പോൾ ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫാമിലിയിലേക്ക് ഷെയർ ചെയ്യുക. മറ്റുള്ള ആളുകൾക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെച്ച് ഞാൻ വീഡിയോ നിങ്ങളെ തേടിയെത്തും. നന്ദി, നമസ്കാരം.